എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഈ റെസിപ്പി നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് മൈദയാണ് എടുക്കേണ്ടത്. 250 ml 2 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കേണ്ടത്. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് 3/4 ടീസ്പൂണ് ഡ്രൈ ഈസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് കട്ട കെട്ടാതെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇനി നമ്മൾ എടുത്തിട്ടുള്ള 2 കപ്പ് മൈദയിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരിക്കലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം നമ്മൾക്കൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടൊക്കെ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച എടുത്തിട്ട് നമ്മൾക്ക് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി കൈക്കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണേ. ചപ്പാത്തി മാവ് പോലെ കുഴക്കുന്നത് പോലെ തന്നെയാണിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് വെള്ളം ഒരുപാട് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കുഴക്കുന്നതിനനുസരിച്ച് നമ്മൾക്ക് നോക്കിയാൽ മതിയാകും എത്രത്തോളം വെള്ളം വേണമെന്ന്. അതുപോലെ തന്നെ കുഴക്കുന്ന സമയത്ത് നമ്മൾക്ക് കയ്യിൽ ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഓയിൽ നമ്മൾ കയ്യിൽ തൂവിക്കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ആ റൊട്ടിയുടെ ഒരു ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ. ഇനി നമ്മൾക്കിതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ നിന്നും ഓരോ ഉരുളകൾ എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക കേട്ടോ. ഞാനിവിടെ ഇതെല്ലാം ഓരോ ഉരുളകളാക്കിയിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ ഞാനിവിടെ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കണേ. ഒരുപാട് വലിപ്പം വേണ്ട, ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതി. നമ്മളിത് ഒരു ഹോൾസുള്ള പാത്രത്തിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്യുന്നത്, വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് വലുപ്പത്തിൽ പരത്തി കൊടുക്കണ്ട കേട്ടോ. നമ്മളുടെ ഹോൾസുള്ള പാത്രം എത്ര വലുപ്പമുണ്ടോ അത്രയും വലുപ്പത്തിൽ നമ്മൾക്ക് പരത്തെടുത്താൽ മതിയാകും. അതുപോലെ തന്നെ നമ്മൾ കട്ടിയില്ലാണ്ട് പരത്തി പോകരുത്. ഒരു നോർമൽ കട്ടിയിലൊക്കെ നമ്മൾ പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള 2 ക്യാപ്സിക്കവും അതുപോലെ തന്നെ ഒരു 4-5 ക്യാരറ്റും കൂടാതെ തന്നെ ചെറിയൊരു ക്യാബേജും അതുപോലെ ചിക്കനുമാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒരു പാൻ എടുത്തിട്ട് ഓരോന്നായിട്ടിട്ട് നമ്മൾ വാട്ടിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾക്ക് ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾക്ക് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് ചെറിയ പീസാക്കി എടുക്കണം കേട്ടോ. എന്നിട്ടത് മുരിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾക്ക് വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ കൂടാതെ തന്നെ നമ്മൾക്ക് ഒരു ടീസ്പൂണ് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. പച്ചയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒന്ന് വാട്ടിയെടുക്കുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ഹോൾസുള്ള പാത്രം എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കമഴ്ത്തി വെക്കുക. എന്നിട്ട് നന്നായി ചൂടായതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമ്മൾക്ക് ഈ പത്തിരി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒട്ടിപ്പിടിക്കും എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഹോൾസിൻ്റെ മുകളിലായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ ഇതുപോലെ തിരിച്ച് മറിച്ചിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ട് വേവിച്ചെടുക്കേണ്ടത്, എന്നാൽ കരിഞ്ഞു പോവില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് മയോനൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മയോനൈസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ കാണിക്കുന്നില്ല. അതിന് നമ്മൾക്കത് വേറൊരു വീഡിയോ ഇടാം കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിൽ നമ്മൾ ചുട്ട് വെച്ചിട്ടുള്ള റൊട്ടിയാണ് കേട്ടോ, അതായത് കുബൂസ് എന്ന് വേണമെങ്കിൽ പറയും. ഇനി ഇതുപോലെ ഒരു നൈഫോ അല്ലെങ്കിൽ കത്രിക വെച്ചിട്ട് നമുക്കിതിൻ്റെ സൈഡൊന്ന് കീറി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയോനൈസ് ആദ്യം ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി കൂടുതൽ മയോനൈസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മയോനൈസ് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് മയോനൈസ് കുറേശ്ശെ ഇട്ടാൽ മതിയാവും.
അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾക്ക് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. കുട്ടികൾക്കായാലും എല്ലാവർക്കും നല്ലൊരു ഇഷ്ടമായിരിക്കും കേട്ടോ ഇത്. അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാം കേട്ടോ. ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കണേ. കൂടാതെ തന്നെ ബെല്ലൈക്കനെ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം.